പാറശാല ഷാരോൺ വധക്കേസിൻ്റെ ഞെട്ടലിൽ നിന്ന് മോചിതരായിട്ടില്ല ആരും. കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചിരുന്നു. അപൂർവങ്ങളിൽ അപൂർവം എന്ന് നിരീക്ഷിച്ചാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ഷാരോണിൻ്റെ പ്രണയിനി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചത്. ഷാരോൺ രാജിനെ 2022 ഒക്ടോബർ 14 ഗ്രീഷ്മ വിഷം കലർത്തിയ കഷായം നൽകി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ഷാരോണിനെ ഗ്രീഷ്മ വീട്ടിൽ വിളിച്ചു വരുത്തി കഷായത്തിൽ കളനാശിനി ചേർത്ത് കുടിപ്പിക്കുകയായിരുന്നു. ഷാരോൺ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഒക്ടോബർ 25 മരിച്ചത്. ഷാരോൺ മജിസ്ട്രേറ്റിന് നൽകിയ മരണമൊഴിയിൽ ഗ്രീഷ്മ നൽകിയ കഷായം കുടിച്ച ശേഷമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് പറഞ്ഞിരുന്നു. ഒക്ടോബർ 14 ഷാരോൺ സുഹൃത്തിനൊപ്പമാണ് ഗ്രീഷ്മയുടെ വീട്ടിലെത്തിയത്. ഇവിടെ വെച്ച് ഗ്രീഷ്മ ഷാരോണിന് കളനാശിനി കലർത്തിയ കഷായം നൽകി. കയ്പ് മാറാൻ ജ്യൂസ് നൽകുകയായിരുന്നു. മുറിയിൽ ഛർദ്ദിച്ച ഷാരോൺ സുഹൃത്തിനൊപ്പം ബൈക്കിൽ പോകുമ്പോൾ പലതവണ ഛർദ്ദിച്ചു. അവശനായി വീട്ടിലെത്തിയ ഷാരോൺ പാറശാല ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി ശേഷം വീട്ടിലേക്ക് മടങ്ങി. പിറ്റേ ദിവസം ഷാരോണിൻ്റെ വായിൽ നിറയെ വ്രണങ്ങൾ നിറഞ്ഞു. തുടർന്ന് വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചികിത്സയിലിരിക്കെ വൃക്ക, കരൾ, ശ്വാസകോശം അടക്കമുള്ള അവയവങ്ങൾ തകരാറിലായി. ഇതിന് സമാനമായൊരു സംഭവം കോതമംഗലത്ത് നടന്നിരിക്കുന്നു. മാതിരപ്പള്ളി മേലേത്ത് മാലിൽ 38-കാരൻ അൻസൽ ആണ് മരിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെയാണ് അൻസലിനെ വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ കണ്ടെത്തിയത്. മലിപ്പാറയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന പെൺസുഹൃത്തിൻ്റെ വീടിന് സമീപത്താണ് അൻസലിനെ അവശനിലയിൽ കണ്ടത്. അവളെന്നെ ചതിച്ചു എന്നാണ് മരണത്തിന് മുമ്പ് യുവാവ് ബന്ധുവിനോട് പറഞ്ഞത്. ഈ മരണമൊഴി കേന്ദ്രീകരിച്ചാണ് കോതമംഗലം പോലീസ് അന്വേഷണം നടത്തുന്നത്. പെൺസുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയെന്നാണ് ബന്ധുക്കളുടെ സംശയം. അന്വേഷണം നടക്കുകയാണെന്ന് പോലീസും പറയുന്നു. അൻസൽ വിവാഹിതനും ഒരു കുട്ടിയുടെ പിതാവുമാണ്. അടുത്തിടെ ഇരുവരുടെയും ബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ടായി. യുവതിക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന് അൻസലിന് സംശയമായിരുന്നു. 29 യുവതിയുടെ വീട്ടിലെത്തി അൻസൽ ബഹളമുണ്ടാക്കി. 30 പുലർച്ചെയാണ് തനിക്ക് ശാരീരിക പ്രശ്നങ്ങളുണ്ടെന്ന് ബന്ധുവിനെ വിളിച്ച് അൻസൽ പറയുന്നത്. ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയാണ് യുവതി ചതിച്ചെന്ന് അൻസൽ വെളിപ്പെടുത്തിയത്. ആലുവയിലെ ആശുപത്രിയിൽ അൻസലിനെ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു.